ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങളപ്പോൾ ഇന്ന് വീക്കെൻഡ് ആയിട്ട് അബുദാബി വരെ ഒന്ന് പോകാമെന്ന് കണ്ട് ഇറങ്ങിയതാണ്. ഇപ്പം ഞങ്ങൾ ഇവിടെ അലിയാറിലൊന്ന് പെട്രോൾ അടിക്കാൻ കയറിയത്, എന്നിട്ട് ഇനി അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അച്ഛൻ അബുദാബിയിലാണുള്ളത്. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് അച്ഛനെ കാണാം, അച്ഛൻ ഇന്ന് ഓഫ് ആയതുകൊണ്ട് അച്ഛനെ കാണാമെന്ന് പറഞ്ഞ് നമ്മൾ പോകും. നമ്മളിപ്പോൾ ലൊക്കേഷൻ ഇട്ടിരിക്കുന്നത് വത്ബയിലോട്ടാണ് കേട്ടോ. അങ്ങോട്ടേക്ക് 42 മിനിറ്റ്സ് ആണ് നമുക്കുള്ളത്. അവിടുന്ന് വീണ്ടും നമുക്ക് കുറച്ചുകൂടെ പോകാനുണ്ട്. നമുക്ക് ഇവിടുന്ന് അബുദാബിയിലേക്ക് ഏകദേശം 1.5 അവർ ആട്ടോ വേണ്ടത് എത്താൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ വത്ബയിൽ കയറിയതാ. 4 മണി കഴിഞ്ഞു. അപ്പോൾ ഒരു ചായയും കൂടെ കുടിച്ചിട്ട് പോകാമെന്ന് കണ്ട. അങ്ങനെ നമ്മൾ അബുദാബി എത്തി കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഇതിനെയാണ് പൈനാപ്പിൾ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് അബുദാബിയിലാട്ടോ ഉള്ളത്. ഇത് കാണാനായിട്ട് പൈനാപ്പിളിൻ്റെ പുറത്തുള്ള ആ ഒരു ഡിസൈൻ ഇല്ലേ, അതുപോലെയാണ് ഏകദേശം ഇതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു പേര്. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ അടുത്ത് എത്തി കേട്ടോ. പിന്നെ റൂമിലിരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പുറത്തേക്ക് പോയി. ഇവിടെ റോഡ് നേരെ ക്രോസ് ചെയ്യുന്നത് കോർണിഷിലേക്കാണ് കേട്ടോ, അബുദാബി കോർണിഷിലേക്കാണ്. അപ്പോൾ നമ്മൾ കോർണിഷിൽ നടക്കാൻ പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. ഞങ്ങളെ നടക്കാൻ ഇറങ്ങിയതാ. അന്നേരം അതേണ്ട ഇവിടെ ഒരു ക്ലോക്കൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചേക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഫൗണ്ടേഷൻ പോലൊക്കെ ഉണ്ട് കേട്ടോ.
ഇവിടെ ഫുള്ള് ചെടികൾ വെച്ചേക്കുക കേട്ടോ. നേരെ കണ്ട ഒരേ നിരപ്പിലാണ് അവർ വെച്ചേക്കുന്നത്. എല്ലാത്തിനും വേണ്ടി കറുത്ത വൈബിൽ കൂടെ ഇറിഗേഷൻ. ഈ ഒരു അണ്ടർപാസിലൂടെ വേണം കേട്ടോ നമ്മൾ കോർണിഷിലേക്ക് പോകാൻ. ഈ അണ്ടർപാസ് വഴി പോവുകയാണെങ്കിൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫുള്ള് സൈക്കിളാട്ടോ. ഇത് കണ്ടോ ഇവിടെയൊക്കെ ഫുള്ള് തെങ്ങിൻ്റെ പടം, ബോട്ടിൻ്റെ പടം, ഫുള്ള് പടങ്ങളൊക്കെ വരച്ച് വെച്ചേക്കാം. നമ്മൾ വേണ്ട ഇപ്പുറത്തെ സൈഡിൽ വന്ന കേട്ടാ. ഇതിൻ്റെ ഫൗണ്ടനൊക്കെ ഓഫ് ആക്കിയിട്ടേക്കാം കേട്ടോ. ഇത് ഫൗണ്ടനാ, ഇതിൻ്റെ ഫൗണ്ടനൊക്കെ ഓഫ് ആക്കിയിട്ടേക്കാം. നമ്മളങ്ങനെ കുറച്ച് സമയം ഇതിൽ നടന്നു കേട്ടോ, കോർണിഷിലൂടെ നടന്നു. പിന്നെ കോർണിഷിൻ്റെ അപ്പുറത്ത് ബീച്ചാട്ടോ. പക്ഷെ രാത്രി ആയതുകൊണ്ട് നമ്മൾ അത്രയും ദൂരം നടന്നില്ല. നമ്മൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ചു പോയി കേട്ടോ റൂമിലേക്ക്.